Hello, a very good morning to all of you. Today I would like to discuss about some most expected questions which is for the MCOM students of third semester of Kannur University under the subject corporate accounting. അതായത് ഫെബ്രുവരി 1 മുതൽ MCOM തേർഡ് സെമസ്റ്റർ എക്സാം തുടങ്ങാനായി. അപ്പോൾ അവർക്കുള്ള പേപ്പേഴ്സിലെ അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇതുപോലെയുള്ള പേപ്പേഴ്സിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ ഇതിലുള്ള 3 മൊഡ്യൂൾസ്, അതായത് അമൽഗമേഷനാണ് ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള് വന്നിട്ടുള്ളത് ലിക്വിഡേഷനാണ്, തേർഡ് മൊഡ്യൂള് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ഇനി മൊഡ്യൂൾസ് ഉണ്ട്. ഇപ്പോൾ ഈ 3 മൊഡ്യൂൾസിലെ സിലബസ് വൈസ് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ചാനലിലുണ്ട്. റിറ്റ്സ് എജു എന്ന് പറയുന്ന എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ 3 മൊഡ്യൂൾസിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൂടി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമൽഗമേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പഠിക്കാൻ പറ്റും. അതുപോലെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് പഠിക്കാൻ പറ്റും. അതുപോലെ ലിക്വിഡേഷൻ്റെ തിയറി പ്രോബ്ലംസ് എല്ലാം തന്നെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ചെറിയ രീതിയിലുള്ള ആൻസേഴ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ UGയിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ആണ് അമൽഗമേഷൻ ഇവിടെയും വരുന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ്. അപ്പോൾ എന്താണ് അമൽഗമേഷൻ? എല്ലാവർക്കും അറിയാം. അമൽഗമേഷൻ റെഫേഴ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി ടു പർച്ചേസ് 2 or more companies which go into liquidation, or does the merger of 2 or more existing companies and to form a new company as per accounting standard 14. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പ്രകാരം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 അതിൽ കൂടുതലുമോ ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീനെ നമ്മൾ എന്ത് ചെയ്യുക, ഫോം ചെയ്തിട്ടൊരു പുതിയ കമ്പനി ആക്കി മാറ്റുന്നതാണ് അമൽഗമേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വേണമെങ്കിൽ 2 അതിലധികമോ കമ്പനികളെ മേർജ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പനിയാക്കി മാറ്റുന്നതാണ് അമൽഗമേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അമൽഗമേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? അമൽഗമേഷൻ ദർ ആർ 2 types ഓഫ് അമൽഗമേഷൻ. അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ ദർ മസ്റ്റ് ബി എ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്തായാലും അവിടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യും ഫ്രം ദ പർച്ചേസിങ് കമ്പനി ടു ദ വെൻഡർ കമ്പനി. എന്തായാലും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യും. വേറെ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ നീഡ് നോട്ട് ബി എ ട്രാൻസ്ഫർ ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, നിർബന്ധമില്ല. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് 90% ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ വെൻഡർ കമ്പനി ബിക്കം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ പർച്ചേസിങ് കമ്പനി. അതായത് വെൻഡർ കമ്പനീൻ്റെ 90% കുറയാതെ ഇക്വിറ്റി ഷെയർ എടുത്ത ഷെയർ ഹോൾഡേഴ്സ് പർച്ചേസിങ് കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറുന്നുണ്ട്. വേറെ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ നീഡ് നോട്ട് ബിക്കം ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് purchasing company or purchasing company in the sense that transferring company, purchasing company. Then next difference is that under merger purchase consideration is discharged wholly by the equity shares except cash for fractional shares. അതായത് മെർജറിൻ്റെ കേസിൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് ഹോളി ബൈ ദി ഇക്വിറ്റി ഷെയർ ആണ്, എക്സെപ്റ്റ് ക്യാഷ് ഫോർ ഫ്രാക്ഷണൽ ഷെയർസ്. ഫ്രാക്ഷണൽ ഷെയർസ് ഉണ്ടെങ്കിൽ അതൊഴികെ ബാക്കിയുള്ള എല്ലാ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസും ഇക്വിറ്റി ഷെയർസിൻ്റെ രൂപത്തിലാണ് പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും, ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ പർച്ചേസിങ് കമ്പനി ടു ദ വെൻഡർ കമ്പനിയാണ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ പല രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ അത് ഇക്വിറ്റി ഷെയറിൻ്റെ രൂപത്തിൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ പർച്ചേസ് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ഡിസ്ചാർജ് ഹോൾഡി ബൈ ദി ഇക്വിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർ. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ മാത്രം ഇഷ്യൂ ചെയ്തിട്ട് കൊടുത്തുവിടുക എന്നുള്ളൊരു കണ്ടീഷനില്ല. അവിടെ പ്രിഫറൻസ് ഷെയർ ആവാം, ഡിബെഞ്ചേഴ്സ് ആവും, അങ്ങനെ പല വഴികളിലൂടെയും നമുക്ക് എല്ലാം ക്യാഷായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് കൺസിഡറേഷൻ മീറ്റ് ചെയ്യാം. The next difference എന്ന് പറയുന്നത് all reserves are recorded at their existing carrying amount and in the same form.
അതായത് എല്ലാ റിസർവ്സും നമ്മൾ എക്സിസ്റ്റിംഗ് ക്യാരിയിങ് എമൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ വേറെ ഇൻ ദ കേസ് ഓഫ് അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സ് മാത്രമേ നമ്മൾ അങ്ങനെ എക്സിസ്റ്റിംഗ് ക്യാരിയിങ് എമൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ആർ റെക്കോർഡ് അറ്റ് ദർ എക്സിസ്റ്റിംഗ് ക്യാരിയിങ് എമൗണ്ട് എക്സെപ്റ്റ് where adjustment is required to make uniformity of accounting policies. അതായത് അക്കൗണ്ടിങ് പോളിസീസിൽ യൂണിഫോമിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ സ്പെഷ്യൽ രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് മാറ്റി നിർത്തുന്നുള്ളൂ. അതർവൈസ് ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ എക്സിസ്റ്റിംഗ് ക്യാരിയിങ് എമൗണ്ടിലാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തത്. വേറെ അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിൽ നമ്മൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ റെക്കോർഡ് അറ്റ് ദർ എക്സിസ്റ്റിംഗ് ക്യാരിയിങ് amount or on the basis of their ഫെയർ വാല്യൂ, ഒന്നുകിൽ എക്സിസ്റ്റിംഗ് ക്യാരിയിങ് എമൗണ്ടിൽ അല്ലെങ്കിൽ ഫെയർ വാല്യൂൻ്റെ ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇത് രണ്ടും നമ്മുടെ മെയിൻ ഡിഫറൻസ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് റെഡ്യൂസ്ഡ്. അതായത് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് റെഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ റിഡക്ഷൻ ആണ്. അപ്പോൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻറ്റേർണലി നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള വഴികൾ ഏതൊക്കെയാണ്, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കുറക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആൻഡ് പർച്ചേസ് മെത്തേഡ്. അത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിൻ്റെ കേസിലും പർച്ചേസ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അമൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ കേസിലാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഏകദേശം എല്ലാ പോയിൻറ്റ്സും ഏതിലും ഉണ്ടാവും, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിലും പർച്ചേസ് മെത്തേഡിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് റിവൈസ് ചെയ്ത് കേട്ടിട്ട് മനസ്സിലാക്കാം. The next question എന്ന് പറയുന്നത് വാട്ട് ഈസ് ലിക്വിഡേഷൻ ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുക മീൻസ് അതായത് സിൻസ് ദ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഇറ്റ് കംസ് ടു എൻ എൻഡ് ബൈ ദ ലോ. അതായത് ഒരു ലോൻ്റെ ഇതിലൂടെയാണ് നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തത്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് കമ്പനി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനി അതിൻ്റെ ലൈഫ് അവസാനിപ്പിക്കണം ഇതുപോലൊരു ലോൻ്റെ ഹെൽപ്പോടുകൂടി മാത്രമേ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ലീഗൽ പ്രോസസ്സിനെയാണ് ദ ലീഗൽ പ്രോസസ് ടു വൈൻഡ് അപ്പ് ദ കമ്പനി ഈസ് നോൺ ആസ് ലിക്വിഡേഷൻ. ജനറലി നമ്മൾ ലിക്വിഡേഷൻ്റെ കേസിൽ വൈൻഡപ്പ് ലിക്വിഡേഷൻ എന്ന രണ്ട് ടേം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വൈൻഡിങ് അപ്പ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മൂന്നായിട്ടാണ് മെയിനായിട്ട് തരംതിരിക്കുന്നത്. കമ്പൽസറി വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ബൈ ദ കോർട്ട്. ദെൻ രണ്ടാമത്തത് വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് തന്നെ രണ്ട് രീതിയിലുണ്ട്. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട്. അപ്പോൾ മൂന്നാമത്തത് വൈൻഡിങ് അപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ കോർട്ട്. ഇതാണ് മൂന്ന് തരത്തിലുള്ള വൈൻഡിങ് അപ്പ്. അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് റിസീവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. റിസീവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും കൺഫ്യൂസ്ഡ് ആണ്ട, നമ്മൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് തന്നെയാണ് റിസീവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയാം സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ എമൗണ്ട് റിയലൈസ്ഡ് ബൈ ദ വേ ഓഫ് സെല്ലിംഗ് അസറ്റ്സ്. അതായത് അസറ്റ് വിറ്റിട്ട് കിട്ടിയ പൈസ, അതാണ് നമ്മൾ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യണം. നമ്മൾ ആ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്, നമ്മൾ ലിസ്റ്റ് ഉണ്ട് ABCDFGH എന്ന് പറയുന്നത്. ആ ലിസ്റ്റിൻ്റെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെല്ലാ ലയബിലിറ്റീസും പേ ഓഫ് ചെയ്യുക. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്, പിന്നെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. എന്നിട്ടും ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ ലിക്വിഡേറ്റേഴ്സ് നമ്മൾ ഷെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്ന പിന്നെ ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഓർ റിസീവേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പറയുന്നതിന് മുമ്പിലേ തന്നെ നമ്മൾ എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് ഇതുപോലെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ ആണ്. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇലക്ട്രിസിറ്റി കമ്പനി, ഗ്യാസ് കമ്പനി പോലെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ഫോളോ ചെയ്യുന്ന തരം അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, സെപ്പറേറ്റ് അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സ്
and payments are prepared in order to show clearly the capital receipts and the manner in which the amount thereof has been invested. അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. ക്യാപിറ്റൽ റവന്യൂ അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന രീതിയിൽ പ്രത്യേകം അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു ഷോ ക്ലിയർ ഹൗ ദി ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആർ റിസീവ്ഡ് ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദീസ് എമൗണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ്. ഇങ്ങനെ ഷോ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് വിച്ച് റിക്വയർ ലാർജർ എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമായ ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻഡ് ദിസ് ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് പെർമനൻ്റ്ലി ഇൻവെസ്റ്റഡ് ഇൻ ദ ഫിക്സഡ് അസറ്റ് ആണ്. പിന്നെ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ സിസ്റ്റം അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ഇൻ 2 പാർട്സ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ കോളംനർ ഫോം, 3 columns ഓൺ ഐദർ സൈഡ് ഓഫ് ദി അക്കൗണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റും കൂടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ഉൾപ്പെട്ടതാണ് ഡബിൾ അക്കൗണ്ട്സ് സിസ്റ്റം പ്രകാരം ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഫിക്സഡ് അസറ്റ് എപ്പോഴും നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റിലാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ കാണിക്കുന്നത്. ദേ അപ്പിയർ ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് കോസ്റ്റ് ആൻഡ് ഓൺ അറ്റ് ദ ഡിപ്രീഷിയേറ്റഡ് വാല്യൂവിലെല്ലാം ഫിക്സഡ് അസറ്റ് കാണിക്കുക, കോസ്റ്റ് പ്രൈസിലാണ് കാണിക്കുക. ദെൻ മറ്റുള്ള എല്ലാ റിസർവ്സും ലൈക്ക് ജനറൽ റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ റിസർവ് ആർ ഓൾസോ ഷോൺ ഇൻ ദ ജനറൽ ബാലൻസ് ഷീറ്റ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിലേക്ക് പോവാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ്, അതായത് ആസ് ഡിപ്രീസിയേഷൻ ഫണ്ട് ഈസ് കമ്പൽസറിലി ക്രിയേറ്റഡ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് ദ സെക്യൂരിറ്റീസ് ഇറ്റ് ഹെൽപ്സ് ടു റീപ്ലേസ് ആൻ അസറ്റ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ലിക്വിഡ് റിസോഴ്സസ്. ഫേമിൻ്റെ ലിക്വിഡ് റിസോഴ്സസിനെ എഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അസറ്റ് ഒബ്സലീറ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം പ്രത്യേക ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് തന്നെ നമ്മൾ കമ്പൽസറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടിലുള്ള എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ഡിപ്ലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഹെൽപ്സ് അസ് ടു നോ ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ഇൻ വാരിയസ് ഫോംസ് ആൻഡ് ദ അപ്ലിക്കേഷൻ ഓഫ് ദ സെയിം ഇൻ ദ ഫോം ഓഫ് വാരിയസ് ഫിക്സ്ഡ് അസറ്റ്. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ നമുക്ക് ഏതൊക്കെ സോഴ്സസിലൂടെ ഫിക്സഡ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് ദിസ് ഫിക്സഡ് ക്യാപിറ്റൽ ഏതൊക്കെ അസറ്റാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം enables the state to ensure that the undertaking is rendering efficient services at reasonable cost. അപ്പോൾ ഇങ്ങനെയുള്ള അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ പ്രിസ്ക്രൈബ് ഫോമാറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ പബ്ലിക് യൂട്ടിലിറ്റി കൺസേണിന് എന്ത് ഉറപ്പ് വരുത്താൻ പറ്റും, ഇത്തരത്തിലുള്ള അണ്ടർടേക്കിംഗ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, റീസണബിൾ കോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പബ്ലിക്കിനും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ എന്തുണ്ട് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലുണ്ട്. പിന്നെ അതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ നമുക്ക് പറയാം സിൻസ് ഓൾ അസറ്റ്സ് ആർ റെക്കോർഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ആൻഡ് നോട്ട് ദ റിട്ടേൺ ഡൗൺ വാല്യൂ ദ ബാലൻസ് ഷീറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് ദ റിയൽ പൊസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്സഡ് അസറ്റ് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് പ്രൈസിലാണ് കാണിക്കുക, ഡിപ്രീഷിയേറ്റഡ് എമൗണ്ട് അല്ല കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡിസഡ്വാൻറ്റേജിൽ പറയുന്ന സമയത്ത് അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസിൽ കാണിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂവിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ റിയൽ പൊസിഷൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡ്രോബാക്ക് പറയുന്നത് പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് നോട്ട് പോസിബിൾ അണ്ടർ ദിസ് സിസ്റ്റം. അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ടു സെഗ്രിഗേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് പറ്റില്ല, അത് അതിൻ്റെ ഒരു പോരായ്മയാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് അക്കൗണ്ട്സ് ആർ നോട്ട് ആഡിക്വേറ്റ്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ ജനറൽ പബ്ലിക്. അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് കാര്യങ്ങൾ തന്നെ സിൻസ് ദിസ് അക്കൗണ്ട്സ് ആർ മെൻ ഫോർ ദ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ, അതുകൊണ്ട് തന്നെ ജനറൽ പബ്ലിക് ഇതിൻ്റെ അക്കൗണ്ടിങ് ഫോമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതും ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ ഇതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ. ദെൻ നമ്മൾക്ക് പിന്നെ പറയാനുള്ളത് തന്നെ നെക്സ്റ്റ് വേറെ ഡിഫറൻസ് ആണ്
ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റമായിട്ട് പറയാനുള്ളത് തന്നെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് സെയിം അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് മൈൻഡിൽ വരാം. ബട്ട് ദീസ് ടു ആർ ഡിഫറെൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ലിസൺ മീ കെയർഫുള്ളി. അപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ മെത്തേഡ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. വേറെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. Then next difference എന്ന് പറഞ്ഞാൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം വാസ് ഡെവലപ്ഡ് സ്പെസിഫിക്കലി ഫോർ പബ്ലിക് യൂട്ടിലിറ്റി ഫേംസ് ദാറ്റ് സ്പെൻഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓൺ ദ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. അതായത് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺ ഞാൻ അതിലെ പറഞ്ഞതുപോലെ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, ഗ്യാസ് ഏജൻസി പോലെയുള്ള ഒരു ഹ്യൂജ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്ന തരത്തിലുള്ള ഫേംസ് ആണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്തതിൽ ആ ഹ്യൂജ് ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഫിക്സഡ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് അവർ ഫിക്സഡ് അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. വേറെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ആക്സെപ്റ്റഡ് വേൾഡ് വൈഡ് ഫോർ മെയിൻറ്റെയിനിങ് ഓഫ് അക്കൗണ്ട്സ്. എല്ലാ തരത്തിലുള്ള കമ്പനികളും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം. വേൾഡ് വൈഡായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ജനറലി അക്കൗണ്ടിങ് ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഹിയർ ഡിവൈഡ്സ് ദ ബാലൻസ് ഷീറ്റ് ഇൻ ടു സെക്ഷൻ ലൈക്ക് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടും രണ്ടാമത്തത് ജനറൽ ബാലൻസ് ഷീറ്റുമാണ്. വേറാസ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഹിയർ ഓൺലി ദ വൺ ബാലൻസ് ഷീറ്റ് ഇസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഫോമിൽ നമ്മൾ ഒറ്റൊരു ബാലൻസ് ഷീറ്റ് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ദ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് ഇസ് ടു ഗിവ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ raised and its utilization towards purchase of fixed asset. ഈ പറയുന്ന ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈസ് ടു ഗിവ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ എമൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. എത്ര എമൗണ്ടാണ് ഫിക്സഡ് ക്യാപിറ്റലാണ് റേസ് ചെയ്തിട്ടുള്ളത്, ദെൻ ഈ റേസ് ചെയ്ത ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര എമൗണ്ടിൻ്റെ ഫിക്സഡ് അസറ്റാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലൂടെ പറ്റും. വേറാസ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ആണ്. ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് മനസ്സിലാക്കുന്നത്. സോ ദീസ് ആർ ദ പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. I hope you all are understood with my explanation. The next question, what do you mean by reciprocal stock holding? Then what do you mean by consolidation and what are the principles of consolidation? Okay, padikka. The next, how to determine the profit of life insurance business. Life insurance business inde profit എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ വേ ആൻഡ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് കാര്യമായിട്ട് നോക്കുക. Then next ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡ്രോ ദ പെർഫോമ ഓർ ഫൊമാറ്റോ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. LIC ആൻഡ് GICൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഫോമാറ്റ് നോക്കി വെക്കാം. അപ്പോൾ ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ MCOM കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ പ്രോബ്ലംസ് വരുന്നിട്ടുള്ളത് ഇതുപോലെ അമൽഗമേഷൻ്റെ ഇൻ ദ നേച്ചർ ഓഫ് മെർജറും പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രീസും ഫൈനൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ നമ്മൾ ലിക്വിഡേഷനിൽ മെയിനായിട്ട് വരുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ദെൻ സർപ്ലസ് അക്കൗണ്ട് ഓർ ഡെഫിഷ്യൻസി അക്കൗണ്ട്, ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ഇതൊക്കെ ചോദിക്കും എക്സാമിന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കുമ്പോൾ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റേറ്റ്മെൻ്റ് ആണത്. അതായത് നമ്മൾ മെയിനായിട്ട് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ വഴികളിലൂടെയാണ് നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്തത്, ആ അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് എത്രയാണ്, ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഔട്ട്സൈഡ് ലയബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യുന്നത്, ദെൻ ബാക്കി എന്തെങ്കിലും എമൗണ്ട് ഉണ്ടോ, നമ്മൾ ഫേമിന് ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ എന്നുള്ളത് നോക്കുന്ന അക്കൗണ്ടിങ് ഡോക്യുമെൻറ്റ്സ് ആണ് അതൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ലിസ്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് അത് നിങ്ങൾ ഓർത്ത് വെക്കണം, അതിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ ഓർത്ത് വെക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ ആർക്കാണ് പേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ABC എന്ന് പറയുന്ന ഒരു സെക്ഷൻ ലിസ്റ്റ് എയിൽ നമ്മൾ പറയുന്നത് അസറ്റ് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആണ്. B എന്ന് പറയുന്നത് നോട്ട് സ്പെസിഫിക്കലി പ്ലെഡ്ജ്ഡ് ആണ്.
ദെൻ സി എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ആദ്യം തന്നെ നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ടിൽ നിന്നും ലിക്വിഡേറ്റേഴ്സിൻ്റെ റെമ്യൂണറേഷൻ, ലിക്വിഡേറ്റേഴ്സിൻ്റെ കോസ്റ്റ്, എക്സ്പെൻസ്, ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ എക്സ്പെൻസ് അതൊക്കെ മീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം ആസ് പെർ ലിസ്റ്റ് സി പ്രകാരം. ദെൻ ലിസ്റ്റ് ഡി പ്രകാരം നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഹാവിങ് ഫ്ലോട്ടിംഗ് ചാർജ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. ദെൻ ലിസ്റ്റ് ഇ പ്രകാരം നമ്മൾ കൊടുക്കാനുള്ളത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. പിന്നെ എന്നിട്ടും എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് എഫ് പ്രകാരം പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ ബാക്കി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺട്രിബ്യൂട്ടറീസ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ ഓർഡർ, ലിസ്റ്റിൻ്റെ ഓർഡർ കാര്യങ്ങളൊക്കെ ലിക്വിഡേഷൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക ചെയ്യണം, പ്രോബ്ലത്തിലും തിയറിയിലും. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഇൻഷുറൻസ് കമ്പനീൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താം, നിങ്ങളെ മൊഡ്യൂൾ 1, 2, 3 ഇതൊക്കെ എൻ്റെ ചാനലിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടില്ല, ക്ലാസ് ആയിട്ട് തന്നെ ഉണ്ട്, കൂടാതെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് കേൾക്കുന്ന സമയത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്, നിങ്ങളത് ഓപ്പൺ ചെയ്ത് പഠിക്കണം. ദെൻ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും കോളേജിൽ എം.കോം പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ചാനലിൽ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല എക്സാം ആയിരിക്കട്ടെ. വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു.